കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമം ഉയരട്ടെ. ഏവർക്കും വന്ദനം ഈ സായാഹ്നത്തിൽ അറിയിക്കുന്നു. ഒരു തവണ കൂടെ ദൈവവചന പഠനത്തിനായി, ചിന്തകൾക്കായിട്ട് കർത്തൃസന്നിധിയിൽ കൂടി വരുവാൻ എബനേസർ സിറ്റി ചർച്ചിന്റെ പ്ലാറ്റ്ഫോമിൽ ദൈവം നമുക്കൊരുക്കിയ അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുകയും എല്ലാ പുകഴ്ചയും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന് അർപ്പിക്കുകയും ചെയ്യുന്നു. കർത്താവ് നമ്മോട് ഈ തിരുവെഴുത്തുകളിലൂടെ സംസാരിക്കുവാൻ വേണ്ടി കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. കേവലം അറിവിന്റെ വർധനമല്ല, ആത്മീയ ജീവിതത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഇവയെല്ലാം ഉതകുവാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥനയോടെ നമ്മെ തന്നെ സമർപ്പിച്ച് ദൈവവചനം കർത്താവിന്റെ പാദത്തിൽ ഇരുന്ന് പ്രാപിക്കണമെന്നുള്ള ആ വാഞ്ചയോടെ, പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവമാണ് നമുക്ക് പരിശുദ്ധാത്മാവിനാൽ രചിക്കപ്പെട്ട തിരുവെഴുത്തുകളെ പരിശുദ്ധാത്മാവിനാൽ തന്നെ വിവേചിച്ച് തരയണം. അതിനായിട്ട് കർത്താവിന്റെ കൃപ നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ സഹായിക്കട്ടെ. ഫിലിപ്പിയ ലേഖനമാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ലേഖനത്തിന്റെ പശ്ചാത്തല വിഷയങ്ങളെക്കുറിച്ചും അതിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ചുമൊക്കെ ആദ്യത്തെ ചില ക്ലാസ്സുകളിൽ ചിന്തിച്ചു. കഴിഞ്ഞ ദിവസം ലേഖനത്തിന്റെ ഉള്ളിലേക്ക്, അല്ലെങ്കിൽ വാക്യപ്രതി വാക്യ പഠനത്തിലേക്ക് നാം പ്രവേശിച്ചു. അതിലെ ആദ്യത്തെ പദമായ 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ കാണുന്ന ആദ്യത്തെ പദമായ ക്രിസ്തു യേശു എന്നുള്ള പദത്തിൽ നിന്ന് നമ്മൾ ദൈവവചനം പഠിക്കാനും ചിന്തിക്കാനുമായിട്ട് ദൈവം സഹായിച്ചു. നമ്മൾ ആ പേരിന്റെ അർത്ഥം മനസ്സിലാക്കി. അതുപോലെ ക്രിസ്തു, യേശു, 2 പേരുകൾ, അതിന്റെ അർത്ഥത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. നമ്മുടെ ജീവിതത്തിൽ ആ പേരെങ്ങനെ അന്വർത്ഥമായി നമുക്കത് മീനിങ്ഫുൾ ആയി എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. യേശുവിന് നൽകിയിരിക്കുന്ന നാമങ്ങളിൽ കുറെ നാമങ്ങൾ നമ്മൾ അതിനോടനുബന്ധമായിട്ട് ക്രിസ്തു യേശു എന്ന പേര് പഠിക്കുന്നതിന്റെ തുടർച്ചയായി, അല്ലെങ്കിൽ അതിനോട് ചേർന്ന് യേശു ക്രിസ്തുവിന് നൽകിയിരിക്കുന്ന നാമങ്ങളെക്കുറിച്ച്, കുറെ നാമങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു, പഠിച്ചു. പ്രൈസ് ദി ലോർഡ്. ഈ 1-ാം അധ്യായം, ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് വീണ്ടും നമ്മുടെ ശ്രദ്ധയെ തിരിച്ച് അതിൽ പറഞ്ഞിരിക്കുന്ന അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഇങ്ങനെ നമ്മൾ കാണുന്നു, ക്രിസ്തു യേശുവിന്റെ ദാസന്മാരായ പൗലോസും തിമോത്തയോസും. 2 പേരുകൾ കൂടെ നമ്മളിവിടെ കണ്ടു. 1 പൗലോസ്, 2 തിമോത്തയോസ്. യേശു ക്രിസ്തുവിന്റെ ദാസന്മാർ എന്നാണ് അവർ സ്വയം വിശേഷിപ്പിക്കുന്നത്. നമുക്കതിൽ ആദ്യത്തെ പേര് പൗലോസ് എന്ന പേര്, 2 പേരും സുപരിചിതമാണ്. ക്രൈസ്തവരെ സംബന്ധിച്ച് ഇതൊന്നും പുതിയ പേരുകളല്ല. എന്നാൽ ബൈബിളിന്റെ പശ്ചാത്തലത്തിൽ, ദൈവവചന പഠനത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ഒരല്പം അതേക്കുറിച്ച് ചിന്തിക്കാൻ, പഠിക്കാനായിട്ട് ഈ സമയം വേർതിരിക്കാം. ഒന്നാമതായി നമ്മൾ കാണുന്ന പൗലോസ്. ഇംഗ്ലീഷ് ബൈബിളിൽ വി റീഡ് പോൾ, PAUL, പോൾ. എന്നാൽ ഗ്രീക്കിൽ കാണുന്ന പൗലോസ് എന്നുള്ളതാണ് മലയാളത്തിലും അതുപോലെ തർജ്ജമ ചെയ്തിട്ടുള്ളത്, പൗലോസ്. അതുകൊണ്ട് മലയാള പദമാണ് ഒറിജിനൽ പദത്തോട് കൂടുതൽ, അതിൻ്റെ മൂലഭാഷയിലെ പദത്തോട് കൂടുതൽ സാമ്യമായി നിൽക്കുന്നത്. ഇംഗ്ലീഷിൽ പോൾ എന്നുള്ളത് കോമൺ ആയിട്ട് ഉപയോഗിച്ച് കാണാം. പൗലോസ് എന്നുള്ളതാണ് ഒറിജിനൽ ഗ്രീക്കിലും നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ പറയുന്ന വ്യക്തി മുൻപ് മറ്റൊരു പേരിൽ അറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ പേര് ശൗൽ എന്നായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ നമുക്കറിയാം. ബെന്യാമിൻ ഗോത്രത്തിലെ ഒരു പരീശന്റെ മകനായി ജനിച്ച എബ്രായനായ, അല്ലെങ്കിൽ യഹൂദനായ മനുഷ്യനായിരുന്നു ഈ ശൗൽ എന്ന് അദ്ദേഹം തന്നെ പരിചയപ്പെടുത്തുന്ന ഭാഗങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ പിന്നീട് അദ്ദേഹം യേശുവിനെ രക്ഷിതാവായി, ക്രിസ്തുവിനെ കർത്താവായി തന്റെ ജീവിതത്തിൽ കൈക്കൊണ്ട് കഴിഞ്ഞപ്പോൾ, ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവായ ആ പേര്, അങ്ങനെ അറിയപ്പെട്ട ആ പേരിൽ നിന്ന്, എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവ് ശൗൽ ആയിരുന്നു. ചരിത്രത്തിൽ ആ പേര് ഏറ്റവും പ്രസിദ്ധമായി തീർന്നത് ശൗൽ രാജാവായതോടുകൂടെയാണ്. ആ പേര് പിന്നീട് ഇടുന്നവർക്കെല്ലാം ശൗൽ എന്ന രാജാവിന്റെ ആ ഒരു ഓർമ്മപ്പെടുത്തൽ, ചരിത്രത്തിന്റെ അടയാളപ്പെടുത്തൽ ഉണ്ട്. അത് അഭിമാനിക്കാനും അഹങ്കരിക്കാനും ഉതകുന്ന ഒരു പേര്. ആ പേര് ക്രിസ്തുവിൽ വന്നപ്പോൾ, ക്രിസ്തുവിലെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്വഭാവത്തിന് അനുരൂപപ്പെടാനുള്ള ആഗ്രഹം കൊണ്ട് അദ്ദേഹം പിന്നീട് ആ പേര് മാറ്റി.
ഷൗൽ എന്നുള്ളത് ഒരു എബ്രായ പേര് ആണെങ്കിൽ, ഹീബ്രു നെയിം ആണെങ്കിൽ, സൗൾ ഈസ് എ ഹീബ്രു നെയിം, ബട്ട് ഹി ചേഞ്ച്ഡ് ഹിസ് നെയിം ഇൻ ടു എ ഗ്രീക്ക് നെയിം വിച്ച് ഈസ് പൗലോസ് ഓർ പോൾ. പൗലോസ് എന്ന ഗ്രീക്ക് പേര്, യവന നാമം അദ്ദേഹം കൈക്കൊള്ളുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിന്റെ അർത്ഥം ചെറുത് അല്ലെങ്കിൽ ചെറിയവൻ എന്നാണ്. ചെറുത് അല്ലെങ്കിൽ ചെറിയവൻ. ഷൗൽ എന്ന പേര് ചരിത്രത്തിൽ അഭിമാനിക്കാനും അഹങ്കരിക്കാനും ഉതകുന്ന ഒരു നാമം, ഒരു പേര് ആയിരുന്നെങ്കിൽ, ഈ പൗലോസ് എന്ന ഗ്രീക്ക് പേരിന്റെ അർത്ഥം ചെറുത് അല്ലെങ്കിൽ ചെറിയവൻ എന്നുള്ളതാണ്. തന്റെ എളിമപ്പെടുത്തൽ, സ്വയം വിനയപ്പെടുന്ന പൗലോസിനെ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും. തനിക്ക് ലാഭമായിരുന്നതൊക്കെയും ക്രിസ്തു നിമിത്തം ഛേദം, നഷ്ടം എന്ന് എണ്ണിയ അതിന്റെ ഭാഗമായാണ് പേര് മാറ്റിയത്. അപ്പോൾ ഒരാൾ ക്രിസ്ത്യാനിയാകുമ്പോൾ പേര് മാറ്റേണ്ട ആവശ്യമുണ്ട്. ക്രൈസ്തവ സമൂഹങ്ങളുടെ ഇടയിൽ പേര് മാറ്റുന്ന പല സംഭവങ്ങൾ, പ്രാധാന്യമുള്ള സംഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ചിലർ സഭകളുടെ അല്ലെങ്കിൽ സംഘടനകളുടെ മേലധ്യക്ഷന്മാരാകുമ്പോൾ അതുവരെ അറിയപ്പെട്ട പേരിൽ നിന്ന്, അല്ലെങ്കിൽ അവർക്ക് നൽകപ്പെട്ടിരുന്ന, ആദ്യം മുതൽ നൽകപ്പെട്ടിരുന്ന പേരിൽ നിന്ന് പേര് മാറ്റി വേറെ ചരിത്രത്തിലെ ഏതെങ്കിലും പ്രസിദ്ധനായ അറിയപ്പെടുന്ന മറ്റാരുടെയെങ്കിലും ഒരു പേര് തങ്ങളുടെ പേരിനോട് ചേർത്തോ അല്ലെങ്കിൽ പൂർണ്ണമായും തങ്ങളുടെ പേര് മാറ്റി പുതിയ പേരോ ഒക്കെ സ്വീകരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ബൈബിളിൽ ദൈവം തന്നെ പേര് മാറ്റിയ പലരെയും നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ മറ്റ് ചില ബൈബിൾ ക്ലാസ്സുകളിലോ നമ്മുടെ മീറ്റിങ്ങുകളിലോ ഒക്കെ അതേക്കുറിച്ച് ഈ അടുത്ത സമയത്ത് തന്നെ നമ്മൾ വിശദമായി പഠിച്ചതാണ്. ഇന്ന് രാവിലത്തെ മോർണിംഗ് സെഷനിലും പേർ ചൊല്ലി വിളിക്കുന്ന ദൈവത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചതാണ്. ദൈവം അബ്രഹാമിന്റെ പേരിനെ അബ്രഹാം എന്നാക്കുന്നതും അദ്ദേഹത്തിന്റെ ഭാര്യയായ സാറായിയുടെ പേരിനെ സാറ എന്ന് ചെറുതാക്കുന്നതും കാണുവാനായിട്ട് കഴിയും. യാക്കോബ് എന്ന പേര് മാറ്റി ഇസ്രായേൽ എന്ന പേര് നൽകുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പിന്നെ ഗിദയോന് യെരുബ്ബാൽ, ബാൽ ഇവനോട് വ്യവഹരിക്കട്ടെ എന്ന പേര് നാട്ടുകാർ നൽകുന്നതും നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇങ്ങനെ പേര് മാറ്റിയ പലരെയും പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്. യേശുവിന്റെ ശിഷ്യന്മാരിൽ ചിലരുടെ പേര് യേശു മാറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ അപരനാമത്തിൽ അവരെ വിളിച്ചിട്ടുണ്ട്. യാക്കോബിനെയും യോഹന്നാനെയും കൂടെ ചേർത്തുകൊണ്ട് ബൊവനേർഗസ് അല്ലെങ്കിൽ ഇടിമക്കൾ എന്ന് യേശു വിളിച്ചത് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ചിലരെ മറ്റൊരു പേരിൽ യേശു തന്നെ വിളിക്കുന്നത് കൊണ്ട് നമ്മളും അതുപോലെ ആരെങ്കിലൊക്കെ കാണുമ്പോൾ ഇരട്ട പേരിട്ട് വിളിക്കാമെന്ന് ചിന്തിക്കരുത്. യേശു നല്ല ഉദ്ദേശ്യത്തിൽ അവരോടുള്ള വാത്സല്യം കൊണ്ടൊക്കെ അങ്ങനെ വിളിച്ചതായിരിക്കാം. നമ്മൾ വിളിച്ചാൽ ചിലപ്പോൾ അടി കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് സൂക്ഷ്മതയോടെ അത് കൈകാര്യം ചെയ്യാം. അതുപോലെ യേശുവിന്റെ ശിഷ്യന്മാരിൽ പ്രമുഖൻ, ഒന്നാമൻ പത്രോസ് എന്ന് പറഞ്ഞിരിക്കുന്ന, അപ്പോസ്തലന്മാരുടെ പേര് പറയുമ്പോൾ ഒന്നാമൻ പത്രോസ് എന്ന് പറഞ്ഞിരിക്കുന്ന ആ പത്രോസിന്റെ പേര് മുൻപ് സീഫ അല്ലെങ്കിൽ കേഫ എന്നായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിനെ പെട്രോസ് എന്ന ലാറ്റിൻ അരമായ ലാറ്റിൻ നാമം, കുറച്ചുകൂടെ യവന ഭാഷയോട് ചേർന്നുള്ള ഒരു നാമം, പേര് നൽകി വിളിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പെട്രോസ്, പത്രോസ് എന്ന പേര് നൽകി കർത്താവ് പേര് മാറ്റുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇങ്ങനെ പലരുടെയും പേര് ദൈവം മാറ്റിയതായി, ചരിത്രത്തിൽ മറ്റു പേരുകളിൽ നാട്ടുകാർ പേര് മാറ്റി വിളിച്ചതായി, കർത്താവായ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാർക്ക് പേര് മാറ്റി, ചിലർക്ക് പേര് മാറ്റി നൽകിയതായൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. മാത്രമല്ല, വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ലഭിക്കുന്നവനല്ലാതെ മറ്റാർക്കും വായിക്കുവാൻ കഴിയാത്ത പുതിയ പേര്, പുതിയ നാമം കൊടുക്കുന്നതിനെ കുറിച്ചും നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരു പക്ഷേ നമ്മുടെയൊക്കെ പേര് നിത്യതയിൽ എല്ലാവരുടെയും അല്ലെങ്കിൽ ചിലരുടെയൊക്കെ പേര് മാറ്റാനുള്ള സാധ്യതയുണ്ട് എന്ന് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇന്ന് ആർക്കെങ്കിലും തങ്ങളുടെ പേര്, എൻ്റെ അപ്പനും അമ്മയും എനിക്കിട്ട പേര്, അല്ലെങ്കിൽ എൻ്റെ പഴയ നമ്മുടെ പശ്ചാത്തലം അനുസരിച്ച് തലതൊട്ടപ്പൻ, ഗോഡ് ഫാദർ ഇട്ട പേര് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, ഇനിയിപ്പോ ഗസറ്റിലൊന്നും പരസ്യം കൊടുത്ത് മാറ്റിയാലും ആൾക്കാർ ഇത് മാറ്റി വിളിക്കാൻ പോകുന്നില്ല എന്നൊക്കെ വിഷമം ഉണ്ടെങ്കിൽ പേടിക്കണ്ട. ദൈവസന്നിധിയിൽ ആ വിഷയം വെച്ച് പ്രാർത്ഥിച്ചാൽ മതി. ഇറ്റേണിറ്റിയിൽ 60, 70, 80 വർഷമുള്ള ഈ ഭൂമിയിൽ ഈ പേരിൽ അറിയപ്പെട്ടാലും നിങ്ങൾക്ക് അത്രയും വിഷമമാണെങ്കിൽ കൃപാലുവായ ദൈവം ഒരുപക്ഷെ നിത്യതയിൽ നിങ്ങളുടെ പേര് മാറ്റി വിളിക്കാൻ സാധ്യതയുണ്ട്. അതിനോട് ചേർത്ത് എൻ്റെ പേര് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് എന്നുകൂടെ പറഞ്ഞ് ഞാൻ ആ വിഷയം അവിടെ വിട്ട് പൗലോസ് എന്ന പേരിലേക്ക് മടങ്ങി വരികയാണ്. തനിക്ക് സ്വയം അദ്ദേഹം തന്നെ ആയിരിക്കണം ആ പേര്, ശൗൽ എന്ന പേര് മാറ്റി പൗലോസ് എന്ന പേര്
എടുത്തത് എന്നാണ് നമുക്ക് ന്യായമായി ചിന്തിക്കാൻ കഴിയുന്നത്. ബൈബിളിൽ അതിനെ എടുത്തു പറയുന്ന ഭാഗങ്ങൾ, സ്ക്രിപ്ചർ ഒന്നും നമ്മൾ കാണുന്നില്ല. ബട്ട് സ്റ്റിൽ വി ക്യാൻ അസ്യൂം ദാറ്റ് ഇറ്റ് മൈറ്റ് ബി സെൽഫ് റീനെയിംഡ് ബൈ പോൾ. സ്വയം അദ്ദേഹം പേര് മാറ്റിയത് ആയിരിക്കാം. തൻ്റെ വ്യക്തിത്വത്തെ, ഐ മീൻ പലപ്പോഴും പേര് പേഴ്സണാലിറ്റിയെ വെളിപ്പെടുത്തുന്നതാണ്, അല്ലെ? ചിലരുടെ പേര് കേട്ടാൽ അവർ ഏത് രാജ്യത്തുള്ളവരാണെന്ന് നമുക്കറിയാം. ആ രാജ്യത്തിൽ തന്നെ ഏത് പ്രദേശത്തുള്ളവരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. യാങ് യുങ് ഷി എന്നൊരാളുടെ പേര് കേട്ട് കഴിഞ്ഞാൽ അയാൾ മോസ്റ്റ്ലി ചൈനക്കാരനായിരിക്കും എന്ന് മനസ്സിലാക്കാനായിട്ട് പ്രയാസമില്ല. പ്രൈസ് ദി ലോർഡ്. അതുപോലെ പേരുകൾ ഒരാളുടെ ദേശം, അവർ ആയിരിക്കുന്ന കാലഘട്ടം. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ഒത്തിരി പേരുകൾ, അന്ന് മോഡേൺ ആയിരുന്ന പേരുകൾ ഇപ്പോൾ പഴഞ്ചൻ പേരുകളായിട്ട് മാറിയിട്ടുണ്ട്. മത്തായി ഒക്കെ ഇപ്പം മാത്യു ആയി, യോഹന്നാനൊക്കെ ജോൺ ആയി, അതുപോലെ ഭാസ്കരനൊക്കെ ഇപ്പൊ മാറിയിട്ടുണ്ട്. ഇപ്പൊ ആർക്കും ഭാസ്കരൻ എന്നും പ്രഭാകരൻ എന്നൊന്നും പേരിടാറില്ല. ഇപ്പൊ മോഡേൺ പേരുകളാണ് പിള്ളേർക്കൊക്കെ ഇടുന്നത്. അന്ന് അത് മോഡേൺ ആയിരുന്നു, പക്ഷേ പിന്നീട് അത് പഴഞ്ചനായപ്പോൾ പേരുകൾ മാറ്റി ഇടുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോ പേര് വ്യക്തിത്വത്തെ കൂടെ കാണിക്കുന്നതാണ്. ഒരു വ്യക്തി അയാൾ ഏത് നാട്ടുകാരനാണ്, അയാളുടെ, അതാണ് ഞാൻ പറഞ്ഞത്, സഭയുടെ മേലധ്യക്ഷന്മാരൊക്കെ ആകുമ്പോൾ അവരുടെ സ്ഥാനത്തിന്, ആ സ്ഥാനത്തെ വെളിപ്പെടുത്തുന്ന പേരുകൾ, മാർ യോഹന്നാൻ മെത്രോപ്പൊലിത്ത എന്നൊക്കെ പേര്, നീണ്ട പേരുകളൊക്കെ നൽകുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുപോലെ ബെനഡിക്റ്റ് രണ്ടാമൻ, പോപ്പ് ജോൺ പോൾ ടു എന്നൊക്കെ പേര് റീനെയിം ചെയ്യുന്നത് എന്ന് പറയുന്നത് അവരുടെ സ്ഥാനത്തെ കാണിക്കാൻ നമുക്ക്. ഇപ്പൊ ഒരു പേരെന്ന് പറയുന്നത് അയാളുടെ പദവി, അയാളുടെ ദേശം, അയാളുടെ പൊസിഷൻ, ഇതൊക്കെ കാണിക്കുന്നതാകയാൽ പേരിന് പ്രാധാന്യമുണ്ട്. ഷേക്സ്പിയർ പറഞ്ഞു, ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. റോസാപ്പൂ ഏത് പേരിൽ വിളിച്ചാലും അത് റോസാപ്പൂവിന്റെ മണമുള്ളതായിരിക്കും. ഇനി റോസായല്ല, അതിനെ വേറെ എന്തെങ്കിലും വിളിച്ചാലും അത് റോസാപ്പൂവിന്റെ മണമുള്ളതായിരിക്കും. അതുകൊണ്ട് ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് കാവ്യപ്രയോഗം അല്ലെങ്കിൽ സാഹിത്യ പ്രയോഗമാണെങ്കിലും പേരിന് വലിയ പ്രാധാന്യമുണ്ട്. ഈ പൗലോസ് എന്തുകൊണ്ടായിരിക്കും സ്വയം ഈ പേര് സ്വീകരിച്ചത്? ആ പേരിന്റെ അർത്ഥത്തിൽ നിന്ന് മാത്രമേ നമുക്കത് അസ്യൂം ചെയ്യാൻ, ഊഹിക്കാനായിട്ട് കഴിയത്തുള്ളൂ. എനിക്ക് വലിയവനെന്ന് അറിയപ്പെടേണ്ട, എനിക്ക് വലിയ പദവിയിലും സ്ഥാനത്തിലും ഉള്ള ഒരു വ്യക്തിയാണെന്നൊന്നും അറിയപ്പെടേണ്ട. പൗലോസിന്റെ ഗുണങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ പിൽക്കാലത്തായാലും ഒത്തിരി അദ്ദേഹം ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് ഉപയോഗിക്കപ്പെട്ടത് കാണാനായിട്ട് കഴിയും. രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം അന്നത്തെ വൺ ഓഫ് ദി സ്കോളേഴ്സ് ആയിരുന്നു ഓൾഡ് ടെസ്റ്റമെന്റ് സ്ക്രിപ്ചറിൽ. മാത്രമല്ല അദ്ദേഹം ഒരു വെഴ്സറ്റൈൽ ജീനിയസ് ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതര സാഹിത്യങ്ങളിലും അദ്ദേഹത്തിന് പാണ്ഡിത്യം ഉണ്ടായിരുന്നു. യവന ഭാഷ, ഗ്രീക്ക് നന്നായിട്ട് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. എബ്രായ ഭാഷയിൽ അക്കാലത്ത് സംസാരിക്കാൻ കഴിയുന്നവർ ചുരുക്കമായിരുന്നു. കാരണം ആ ഭാഷ അവർ പ്രവാസത്തിലേക്കും പലയിടത്തേക്കും പോയപ്പോഴേക്കും അവരുടെ ഇടയിൽ തന്നെ അത് അന്യം നിന്ന് പോയി തുടങ്ങിയതാണ്. ഇക്കാലഘട്ടത്തിൽ, ഈ ആധുനിക കാലഘട്ടത്തിൽ ഇസ്രായേൽ എന്ന രാജ്യത്തിൽ ഹീബ്രു ലാംഗ്വേജ് അതിന്റെ റിനൈസൻസിലൂടെ, അതിന്റെ നവീകരണ ഒരു കാലഘട്ടത്തിലൂടെ, റിഫർമേഷൻ നടത്തി കൊണ്ടുവരുന്നത്, അതിന് പ്രാധാന്യം കൊടുത്ത് കൊണ്ടുവരുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എനിവേ, അക്കാലഘട്ടത്തിൽ 1-ാം നൂറ്റാണ്ടിൽ ഹെബ്രായ ഭാഷയിൽ പ്രസംഗിക്കാൻ, സംസാരിക്കാൻ കഴിവുള്ളവർ കുറവായിരുന്നു. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ എബ്രായ ഭാഷയിൽ സ്ഫുടമായി സംസാരിക്കാൻ പ്രാപ്തിയുള്ള വ്യക്തിയായിരുന്നു. മാത്രമല്ല അന്നത്തെ പലസ്തീനിലെ ഡയലക്റ്റ് എന്ന് പറയുന്നത് അരാമായിക്കായിരുന്നു, അരാമ്യ ഭാഷയായിരുന്നു. യേശു ഉൾപ്പെടെ സംസാരിച്ച അരമായ ഭാഷ, അതും അദ്ദേഹത്തിന് പ്രാവീണ്യമുള്ളതായിരുന്നു. കൂടാതെ അദ്ദേഹം ഇന്നത്തെ ടർക്കിയുടെ ഒരു പ്രദേശത്താണ്, ടെർസസ് എന്ന് പറയുന്ന പ്രദേശത്താണ് ജനിച്ചത്. നമ്മളത് പിന്നാലെ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രദേശങ്ങളിലെ ഭാഷകൾ, പ്രാദേശിക ഭാഷകളിൽ അദ്ദേഹത്തിന് പ്രാവീണ്യം ഉണ്ടായിരുന്നു. ഹി വാസ് എ സ്കോളർ ഇൻ മെനി ലാംഗ്വേജസ്. പല ദ്വീപുകളിലും അദ്ദേഹം ചെന്ന സമയത്ത് അവിടുള്ള പുസ്തകങ്ങൾ വായിക്കാനും ഗ്രഹിക്കാനും കഴിയുന്ന വിധത്തിൽ അദ്ദേഹം ഒരു ജ്ഞാനിയായ മനുഷ്യൻ ആയിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. എബ്രായ ഭാഷ മാത്രമല്ല, എബ്രായ സാഹിത്യം, എബ്രായ ബൈബിൾ, ഗമാലിയൽ എന്ന അക്കാലത്തെ ഏറ്റവും വലിയ പണ്ഡിതന്റെ കാൽക്കലിരുന്ന് പഠിച്ച വ്യക്തിയാണ് പൗലോസ്. അപ്പോ ഇങ്ങനെയൊക്കെ, പിന്നെ കൂടാതെ അന്ന് അഹങ്കരിച്ചിരുന്ന പല കാര്യങ്ങളുണ്ട്. ഒരു പരീശൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ജലസ് ആയിട്ടുള്ള, ഭയങ്കര തീഷ്ണതയുള്ള ഒരു സമൂഹമാണ്. അതിലൊരു അംഗമായിരുന്നു ഈ പൗലോസ്. അതിൽ അദ്ദേഹത്തിന് അഭിമാനിക്കാനുണ്ട്.
കൂടാതെ അദ്ദേഹത്തിന് റോമൻ പൗരത്വം ഉണ്ടായിരുന്നു. ജനിച്ചപ്പോൾ തന്നെ തന്റെ പിതാവ് റോമൻ പൗരനായിരുന്നുകൊണ്ട് തനിക്കും ജന്മനാ റോമൻ പൗരത്വം കിട്ടിയ വ്യക്തിയാണ്. അന്നത്തെ ഒരു എംപയറിന്റെ പൗരത്വമുള്ള വ്യക്തി എന്ന് പറയുന്നത് ഇന്നത്തെ ഒരുപക്ഷെ US സിറ്റിസൺ എന്നുള്ള പദവിയേക്കാൾ വലുതാണ് അന്നത്തെ റോമൻ പൗരത്വം എന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് അതിന്റെ പ്രാധാന്യം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. ഇങ്ങനെ എല്ലാ വിധത്തിലും ശക്തനായ വ്യക്തിപ്രഭാവം ഉണ്ടായിരുന്ന, ബഹുമുഖ പ്രതിഭയായിരുന്ന, അഗാധ പണ്ഡിതനായിരുന്ന ഈ ശൗൽ എന്ന വ്യക്തി ക്രിസ്തുവിലേക്ക് വന്നപ്പോഴേക്കും അദ്ദേഹം കൃപാവരങ്ങളാൽ നിറയപ്പെട്ടു. ശ്രേഷ്ഠമായ വെളിപ്പാടുകൾ അദ്ദേഹത്തിന് കർത്താവ് നൽകി. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ അദ്ദേഹം നിഗളിച്ചു പോകുമോ എന്ന് ദൈവത്തിന് സംശയം ഉണ്ടായിരുന്നുകൊണ്ട് കുത്താനൊരു ശൂലം സാത്താന്റെ ദൂതനെ ഏൽപ്പിച്ചു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോ അത്രമേൽ വെളിപ്പാടുകളുടെ ആധിക്യം ഉണ്ടായിരുന്ന വ്യക്തി, ഏറ്റവും അധികം യാത്ര ചെയ്ത, അന്നത്തെ കാലഘട്ടത്തിൽ സുവിശേഷത്തിന് വേണ്ടി ഏറ്റവും അധികം യാത്ര ചെയ്ത വ്യക്തി, രാജാക്കന്മാരോട് പോലും നിന്നുകൊണ്ട് മറ്റൊരു അഡ്വക്കേറ്റിന്റെ സഹായം കൂടാതെ നിയമത്തിലുള്ള പ്രാവീണ്യം നിമിത്തം അതുമായി ചേർത്ത് തിരുവെഴുത്തുകളെ ഇടകലർത്തി അവരോട് പോലും വാദിക്കാനും വചനം പങ്കിടാനും തന്റെ പ്രസംഗം കേട്ട് രാജാക്കന്മാർ പോലും ഭയചകിതരായി തീരും വിധത്തിൽ വാക്ചാതുര്യമുണ്ടായിരുന്ന വേദിയെ, രാജാക്കന്മാരുള്ള വേദിയെ പോലും കൈകാര്യം ചെയ്യുവാനായിട്ട് കഴിവുണ്ടായിരുന്ന അത്രയും ശക്തനായ മനുഷ്യൻ ക്രിസ്തുവിനെ അറിഞ്ഞപ്പോൾ ഇതെല്ലാം താൻ താഴ്ത്തി വെച്ചിട്ട് പറയുകയാണ്, ഐ വാണ്ട് ടു നോ ആസ് എ സ്മോൾ പേഴ്സൺ. ഒരു ചെറിയ വ്യക്തി എന്ന് എനിക്ക് അറിയപ്പെട്ടാൽ മതി. എൻ്റെ പേരിൽ തന്നെ അതിരിക്കട്ടെ. എന്നെ വിളിക്കുന്നവരെല്ലാം ചെറിയവനെ 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 എന്ന് വിളിച്ചാൽ മതി. നമ്മളാണെങ്കിൽ ഇഷ്ടപ്പെടുവോ? പ്രൈസ് ദി ലോർഡ്. എൻ്റെ മുഖത്ത് നോക്കി ആരെങ്കിലും എടാ ചെറിയവനെ എന്ന് വിളിച്ചാൽ എനിക്കുണ്ടാകുന്ന പ്രകോപനം എന്തായിരിക്കും? എൻ്റെ റിയാക്ഷൻ എന്തായിരിക്കും? മുഖത്ത് നോക്കി കഴിവില്ലാത്തവനെന്നോ ചെറിയവനെന്നോ കുറവുള്ളവനെന്നോ ഗുണമില്ലാത്തവനെന്നോ പ്രയോജനമില്ലാത്തവനെന്നോ എന്ന് ആരെങ്കിലും വിളിച്ചാൽ നമുക്കുണ്ടാകുന്ന പ്രയാസം എന്തായിരിക്കും? എന്നാൽ പൗലോസ് ആ പേര് സ്വയം സ്വീകരിക്കുകയാണ്. നിങ്ങൾ ആരും എന്നെ ശൗലെന്ന് വിളിക്കേണ്ട, ഇനി നമ്മൾ ഇന്നത്തെ കാണുന്നത് പോലെ മോസ്റ്റ് റൈറ്റ് റവറന്റ് സൗൾ എന്ന് വിളിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സ്വയം എന്നെ പൗൽ എന്ന് വിളിച്ചാൽ മതി. ക്രിസ്തുവിന്റെ അപ്പോസ്തലനായ ചെറിയവൻ, ഹല്ലേലൂയ എന്ന് അറിയപ്പെടുന്നതിൽ അഭിമാനം കൊണ്ട് സന്തോഷിച്ച മനുഷ്യനായിരുന്നു പൗലോസ്. അപ്പൊ പേരിൽ തന്നെ ഒരു വലിയ ആലോചന, ദൈവശബ്ദം, ദൈവിക ദൂത് നമുക്ക് കൈമാറി തന്നിട്ടുള്ള വ്യക്തിയാണ് ഈ അപ്പോസ്തലനായ പൗലോസ്. അദ്ദേഹം കർത്താവിന്റെ സന്നിധിയിൽ ഇന്ന് തന്റെ പ്രതിഫലങ്ങൾക്ക് വേണ്ടി കാത്തുകൊണ്ട് വിശ്രമിക്കുമ്പോൾ നിത്യതയിൽ നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ ഈ പൗലോസിനെയും നമ്മൾ കാണുമ്പോൾ എന്തുമാത്രം പ്രകാശപൂരിതനായിട്ടായിരിക്കും ആ മഹാമനുഷ്യൻ ദൈവസന്നിധിയിൽ കാണപ്പെടുക. പ്രൈസ് ദി ലോർഡ്. ഇതുപോലുള്ള വ്യക്തിത്വങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാനായിട്ട് കഴിയട്ടെ. ദൈവം നമുക്ക് വേണ്ടി ഇവരെയൊക്കെ കണ്ട് ഒരുക്കി ഉപയോഗിച്ചതുകൊണ്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയുവാനായിട്ട് കഴിയട്ടെ. അപ്പോൾ പൗലോസ് എന്ന പേരിന്റെ അർത്ഥം ചെറിയവൻ എന്നാണ്. നമ്മുടെ ജീവിതത്തിലും ഈ എളിമത്വം പകർത്താൻ, സിംപ്ലിസിറ്റി പകർത്താനായിട്ട് നമുക്ക് കഴിയട്ടെ. അടുത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം സിലിഷ്യയിലെ ടാർസസ്, ടാർസസ് ഇൻ സിലിഷ്യ, കിലിക്യയിലെ തർസോസ് ആയിരുന്നു വേർ പോൾ ബോൺ, പൗലോസ് ജനിച്ചത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത് ഇന്നത്തെ തുർക്കിയിലാണ്, ഇന്നത്തെ ടർക്കി, അവിടെ അതിലെ ഒരു പ്രദേശമാണ് സിലിസിയയിലെ ടാർസസ് എന്ന് പറയുന്നത്. പൗലോസിന്റെ ജീവിതത്തിലെ പ്രധാന മൈൽ സ്റ്റോൺസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. പ്രധാന നാഴികക്കല്ലുകൾ, മെയിൻ മൈൽ സ്റ്റോൺസ് ഇൻ ദ ലൈഫ് ഓഫ് അപ്പോസ്റ്റിൽ പോൾ. ഞാൻ നേരത്തെ കുറെ അദ്ദേഹത്തിന്റെ ആമുഖം, അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ കുറെ കാര്യങ്ങൾ പേരിനോട് ബന്ധപ്പെട്ട് പറഞ്ഞല്ലോ, അതുകൊണ്ട് അവിടേക്കൊന്നും കടക്കുന്നില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ നമ്മുടെ സ്ക്രിപ്ചറിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ആ ഭാഗത്തേക്ക് നമ്മൾ കടന്നു വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ആദ്യം അറിയപ്പെടുന്നത്, നമ്മെ സംബന്ധിച്ച് അല്ലെങ്കിൽ സ്ക്രിപ്ചറിൽ പുതിയ നിയമ തിരുവെഴുത്തിൽ അറിയപ്പെടുന്നത് ക്രൈസ്തവരെ പീഡിപ്പിക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയുന്നു. ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന പദപ്രയോഗം ക്രൈസ്തവരെ പീഡിപ്പിക്കാനായിട്ട് അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അദ്ദേഹം സ്തോത്രം കൊല നിശ്വസിച്ചുകൊണ്ട് എന്നാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ കൊല നിശ്വസിച്ചുകൊണ്ട് എന്നാണ് നമുക്ക് പുതിയ നിയമത്തിൽ
കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായത്തിൽ അത് നമുക്ക് കാണാം. ശൗൽ കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലയും നിശ്വസിച്ചുകൊണ്ട്, എന്ന് പറഞ്ഞാൽ തന്റെ ശ്വാസത്തിൽ പോലും ക്രൈസ്തവരുടെ മരണഗന്ധമാണ് ഉണ്ടായിരുന്നത്. ഹി ബ്രത്ത് ദ ഡെത്ത് ഓഫ് ക്രിസ്ത്യൻസ്. ക്രിസ്ത്യാനികളുടെ മരണത്തിന്റെ മണമായിരുന്നു പൗലോസിന്റെ ശ്വാസത്തിൽ പോലും, ഈ ശൗലിന്റെ ശ്വാസത്തിൽ പോലും ഉണ്ടായിരുന്നത്. ആമേൻ. ആദ്യമായിട്ട് അദ്ദേഹത്തെ കുറിച്ചുള്ള പരാമർശം നമുക്ക് അപ്പോസ്തലരുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ കാണുവാനായിട്ട് കഴിയും. ആമേൻ. സ്തോത്രം. 7-ാം അധ്യായത്തിൽ സ്തേഫാനോസിന്റെ മരണത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. ആമേൻ. സ്തോത്രം. അദ്ദേഹത്തിന്റെ കാൽക്കൽ കൊണ്ട്, ഈ കല്ലെറിയുന്നവർ തങ്ങളുടെ വസ്ത്രം ശൗലിന്റെ കാൽക്കൽ കൊണ്ട് വച്ചിട്ടാണ്, എന്ന് പറഞ്ഞാൽ അവരുടെ വസ്ത്രം രക്തം പുരളാതിരിക്കുവാനായിട്ടോ അഴുക്ക് പുരളാതിരിക്കാനായിട്ടോ അത് വസ്ത്രം കാക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇതിന് അനുവാദം കൊടുത്ത് നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയായിട്ടാണ് ശൗലിനെ ആദ്യമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. 8-ാം അധ്യായത്തിൽ അവനെ കൊല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു എന്ന് പ്രയോഗിച്ചിരിക്കുന്നു. ശൗലിന് സമ്മതമായിരുന്നു. ഇവിടെയാണ് പൗലോസിനെ കുറിച്ച് ആദ്യമായിട്ട് നമുക്ക് പുതിയ നിയമ തിരുവെഴുത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ചരിത്രത്തിലെ ആദ്യത്തെ നാഴികക്കല്ല് പൗലോസിനെ സംബന്ധിച്ച് സ്ക്രിപ്ചറൽ വ്യൂവിൽ നമ്മൾ നോക്കുമ്പോൾ ക്രൈസ്തവരെ പീഡിപ്പിക്കുന്ന വ്യക്തി. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ദൈവസഭയിലെ ആദ്യത്തെ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് സ്റ്റീഫനാണ്. ദ ഫസ്റ്റ് മാർട്ടിയർ ഓഫ് ദ ക്രിസ്ത്യാനിറ്റി ഈസ് സ്റ്റീഫൻ. സ്തേഫാനോസിനെ കൊല്ലാനായിട്ട് കൽപ്പന നൽകി നേതൃത്വം നൽകിയത് ഈ ശൗലാണ്. ആമേൻ. അപ്പോ അദ്ദേഹത്തിന്റെ ആ പ്രാധാന്യം, ചരിത്രത്തിലെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതിനുശേഷം യെരുശലേമിലുള്ള ക്രൈസ്തവരെ അദ്ദേഹം നിരന്തരം ഉപദ്രവിച്ചു, പീഡിപ്പിച്ചു എന്ന് നമുക്ക് തിരുവെഴുത്തുകളിൽ നിന്ന് മനസ്സിലാക്കാം. വീടുകൾ തോറും കയറി ഇറങ്ങി ക്രൈസ്തവരെ ഉപദ്രവിച്ചു, പിടിച്ചു കെട്ടി മഹാപുരോഹിതന്മാരുടെ മുമ്പിൽ കൊണ്ടുവന്ന് അവരെ ശിക്ഷ വിധിച്ച്, മത നിയമപ്രകാരം മത കോടതിയിൽ ശിക്ഷ വിധിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. റോമൻ ഗവൺമെന്റിന്റെ നിയമത്തെ പോലും മറികടക്കാനായിട്ട് അക്കാലത്ത് തന്റെ റോമൻ പൗരത്വം കൂടെ പൗലോസ് ഉപയോഗിച്ചിട്ടുണ്ടാകണം എന്ന് നമുക്ക് ന്യായമായി ചിന്തിക്കാനായിട്ട് കഴിയും. അത്രയും സ്വാധീനവും അധികാരവും ശൗലിന് ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോ അങ്ങനെ ക്രൈസ്തവരെ പീഡിപ്പിക്കുന്നതാണ് ശൗലിന്റെ അല്ലെങ്കിൽ പൗലോസിന്റെ ജീവിതത്തിലെ ആദ്യം കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. രണ്ടാമത് നമ്മൾ കാണുന്നത് അദ്ദേഹത്തിന്റെ മാനസാന്തരമാണ്. പൗലോസ് അല്ലെങ്കിൽ ശൗല് ഈ ഡമാസ്കോസ് എന്ന് പറയുന്ന സ്ഥലത്ത്, പട്ടണത്തിലേക്ക് ചെന്ന് അവിടുള്ള ക്രൈസ്തവരെ പിടിച്ചുകെട്ടി ഉപദ്രവിക്കുക. യെരുശലേമിലെ തന്റെ മിഷൻ സക്സസ് ആയതുകൊണ്ടായിരിക്കാം. കാരണം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള പീഡനത്തിൽ യെരുശലേമിലെ സഭയിൽ അപ്പോസ്തലന്മാരൊഴികെ എല്ലാവരും ചിതറിപ്പോയി എന്നാണ് വായിക്കുന്നത്. ഹി സ്കാറ്റേർഡ് ഓൾ ദ ക്രിസ്ത്യൻസ് എക്സെപ്റ്റ് ദി അപ്പോസ്റ്റൽസ്. അപ്പോ ഒരു സക്സസ്ഫുൾ ആയ ടോർച്ചർ, പെർസിക്യൂഷൻ യെരുശലേമിൽ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികൾക്ക് നേരെ അഴിച്ചുവിട്ടതിന്റെ അടിസ്ഥാനത്തിൽ തന്റെ മിഷൻ, ക്രിസ്ത്യൻ മിഷൻ അല്ല, മിഷൻ ഓഫ് പെർസിക്യൂഷൻ, ക്രൈസ്തവരെ ഉപദ്രവിക്കുക എന്ന മിഷൻ അടുത്ത സ്ഥലത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. അതിനുവേണ്ടി ഡമാസ്കസിലേക്ക് അദ്ദേഹം കടന്നു പോകുമ്പോൾ യേശു അദ്ദേഹത്തെ നേരിട്ടു. ഡമാസ്കോസിന്റെ ഗേറ്റ്, നഗരത്തിന്റെ കവാടത്തിൽ വെച്ച് കർത്താവ് അദ്ദേഹത്തോട് സംസാരിച്ചു. അത് അദ്ദേഹത്തിന്റെ മാനസാന്തരത്തിലേക്ക് നയിച്ചു. നീ ഉപദ്രവിക്കുന്ന ക്രിസ്തു ആകുന്നു ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം ക്രിസ്തു അദ്ദേഹത്തിന് മുൻപാകെ വെളിപ്പെട്ടു. യേശുവിനെ താൻ കണ്ടു, അന്ധനായി നിലംപതിച്ചു. അവിടെ നിന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ച് അദ്ദേഹത്തെ ഡമസ്കസിൽ കൊണ്ടുപോയി ഒരു വീട്ടിൽ, നിർവീഥി എന്നുള്ള സ്ട്രീറ്റിന്റെ അടുക്കലുള്ള ഒരു വീട്ടിൽ പാർപ്പിച്ചിരിക്കുമ്പോൾ അനന്യാസ് എന്ന ശിഷ്യൻ ചെന്ന് അദ്ദേഹത്തെ കൈവച്ച് പ്രാർത്ഥിച്ച് സ്നാനപ്പെടുത്തുന്നതിനെ കുറിച്ച് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നു. 3 ദിവസം താൻ ഉപവസിച്ച് ദൈവമുമ്പാകെ മുഴങ്കാലിൽ നിന്ന് കണ്ണുനീരോടെ അന്ധനായി യാചിച്ചു. അതിനുശേഷം കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ കാഴ്ച തിരികെ പ്രാപിച്ചു, സ്നാനമേറ്റ് കർത്താവിനോട് ചേർന്നു. ഇത് മറ്റൊരു മൈൽ സ്റ്റോൺ ആണ് പൗലോസിന്റെ ജീവിതത്തെ സംബന്ധിച്ച്. ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പഠനമല്ല പൗലോസിന്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ നടത്തുന്നത്. പൗലോസിന്റെ ജീവിതം തന്നെ നമ്മൾ പഠിച്ചാൽ ഒരു വലിയ സബ്ജക്റ്റ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയുള്ളതാണ്. അവിടേക്ക് നമ്മൾ കടക്കുന്നില്ല. മെയിൻ സംഭവങ്ങൾ മാത്രം നമ്മളൊന്ന് തൊട്ടുവിടുകയാണ്. മറ്റൊന്ന് പൗലോസിന്റെ മിഷണറി യാത്രകളാണ്. 3 മിഷൻ ട്രിപ്പ് പൗലോസ് നടത്തിയിട്ടുണ്ട്. അക്കാലഘട്ടത്തിൽ
അതുപോലെ മിഷണറി യാത്രകൾക്ക് തുടക്കം കുറിച്ചത് തന്നെ പൗലോസാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം മറ്റ് ശിഷ്യന്മാർ മറ്റു പലയിടങ്ങളിലേക്ക് പോയി എന്ന് പാരമ്പര്യമൊക്കെ പറയുമ്പോൾ, ബർത്തലോമിയോ, തോമസ് ഇവരിൽ ഒരാളോ അല്ലെങ്കിൽ രണ്ടുപേരുമോ ഇന്ത്യയിൽ വന്നു എന്നൊക്കെ പാരമ്പര്യം പറയുമ്പോൾ നമുക്കതിന് ചരിത്രത്തിൽ കാര്യമായ തെളിവുകൾ കിട്ടിയിട്ടില്ല. 1-ാം നൂറ്റാണ്ടിൽ തോമസ് ഇന്ത്യയിൽ വന്നു എന്നുള്ളതിന് പാരമ്പര്യത്തിന്റെ അടിത്തറ മാത്രമേ ഉള്ളൂ. ചരിത്രം അതിനെ തെളിയിക്കുന്ന സംഭവങ്ങൾ ഒന്നും തന്നെ നമുക്കില്ല, ഇതുവരെ കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല. അതിനെക്കുറിച്ച് ഇന്നും വാദപ്രതിവാദങ്ങൾ ശക്തമായി നടക്കുന്നുണ്ട്. വന്നു എന്ന് എന്ന് അങ്ങനെ ചിന്തിക്കാനാണ് എനിക്കും ഇഷ്ടം. പക്ഷെ തെളിവുകളില്ല, പാരമ്പര്യം മാത്രമേ അതിന് ആധാരമായിട്ട് ഉള്ളൂ. എന്നാൽ തോമസിനേക്കാൾ കൂടുതൽ ബർത്തലോമിയോ ആയിരിക്കാം ഇന്ത്യയിൽ വന്നത്. അത് കേരളത്തിലല്ല, മറ്റെവിടെയോ ആണ് എന്നുള്ള നിലയ്ക്കൊക്കെയുള്ള ഗവേഷണങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് നടന്നിട്ടുണ്ട്. എനിവേ, നമുക്ക് അങ്ങനെയുള്ള തെളിവുകളില്ലാത്തതുകൊണ്ട്, വ്യക്തമായ തെളിവുകളില്ലാത്തതുകൊണ്ട്, ഒരു പക്ഷേ മിഷണറി യാത്രകൾക്ക് തുടക്കം കുറിച്ചത് ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുവിനെന്ന് ഈ ശൗൽ ഇല്ലാതിരുന്ന, അല്ലെങ്കിൽ ശൗൽ മാനസാന്തരപ്പെടുന്നതിന് മുൻപുള്ള സമയത്താണ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ് കർത്താവ് ശിഷ്യന്മാരെ നിയോഗിച്ചിട്ട് സ്വർഗാരോഹണം ചെയ്തത്. എന്നാൽ അവരെക്കാൾ മുൻപേ ഇടയ്ക്ക് വെച്ച് കയറി വന്ന ഒരു വ്യക്തി മിഷൻ ട്രിപ്പുകൾ ആരംഭിക്കുകയാണ്. ആദ്യത്തെ മിഷണറി യാത്രയിൽ താൻ ഏഷ്യ മൈനറിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന നമുക്ക് കാണാനായിട്ട് കഴിയും, അല്ലെങ്കിൽ ടർക്കിയുടെ വിവിധ പ്രദേശങ്ങളിലൂടെയൊക്കെ. അതിനുശേഷം 2-ാമത്തെ മിഷണറി യാത്രയിൽ അദ്ദേഹം യൂറോപ്പോളം സുവിശേഷീകരണത്തിനായി ഫിലിപ്പിയയിലൊക്കെ കടന്നു പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ 3 മിഷണറി യാത്രകൾ പൗലോസിന്റെ ജീവിതത്തിൽ നാഴികക്കല്ലായി നമുക്ക് കാണാനായിട്ട് കഴിയും. നിരവധി സഭകൾ ദ്വീപുകളിലും വൻകരകളിലും പട്ടണങ്ങളിലും അദ്ദേഹത്തിന്റെ ആ മിഷൻ പര്യടനങ്ങളിലൂടെ ഉണ്ടായതായും, അദ്ദേഹം സഭകൾ സ്ഥാപിച്ച സ്ഥലത്ത് 2 രീതിയിലാണ് അദ്ദേഹം ശുശ്രൂഷകന്മാരെ ആക്കി വെച്ചത്. ഒന്ന്, തന്നോട് കൂടെ മിഷൻ യാത്രയിൽ ഉണ്ടായിരുന്ന 1-2 പേരെ, അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ ആണെങ്കിൽ അവിടെ കുറച്ച് നാളുകളിലേക്ക് അവരെ ഒന്ന് എക്വിപ്പ് ചെയ്യാനായിട്ട്, അവിടെ നിന്നൊരു ശുശ്രൂഷകൻ ഉണ്ടാകുന്നവരെ എക്വിപ്പ് ചെയ്യാനായിട്ട് അവിടെ ആക്കി വെച്ച് അവരിലൂടെ ട്രെയിനിങ് കൊടുത്തിട്ട് പിന്നെ അവരും വീണ്ടും തുടർന്ന് പൗലോസിന്റെ അടുക്കൽ ആ മിഷൻ പര്യടനത്തിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അടുക്കലോ വീണ്ടും അവര് റീജോയിൻ ചെയ്ത് മുന്നോട്ട് വരും അവിടെ നിന്ന്. അല്ലെങ്കിൽ താൻ ശുശ്രൂഷയിടങ്ങളിൽ കുറച്ച് സമയം താമസിച്ച് ശുശ്രൂഷിച്ച് അവിടെ ചിലർക്ക് അടിസ്ഥാനപരമായ ശുശ്രൂഷകനായി തീരാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് രാവും പകലും ഇരുന്ന് പഠിപ്പിച്ച് അവരെ പ്രബോധിപ്പിച്ച് അതിനുവേണ്ടി അവരെ പ്രാർത്ഥിച്ച് നിയോഗിച്ചാക്കിയിട്ട് അവരെ ആ പ്രാദേശിക സഭയുടെ ചുമതല ഏൽപ്പിച്ചിട്ട് അദ്ദേഹം മറ്റിടത്തേക്ക് സഞ്ചരിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ രീതിയിലാണ് പൗലോസ് അപ്പോസ്തലൻ സ്ഥാപിച്ച സഭകളിൽ ശുശ്രൂഷകന്മാരെ ആക്കി വെച്ചത്. എന്നാൽ അവിടെ കൊണ്ട് അദ്ദേഹം ആ ദൗത്യമൊന്നും അവസാനിപ്പിച്ചില്ല. തന്റെ മിഷണറി യാത്രകൾക്കിടയ്ക്കുള്ള സമയത്ത് താൻ ഒരിക്കൽ സ്ഥാപിച്ച ആദ്യത്തെ മിഷണറി യാത്ര കഴിഞ്ഞ് 2-ാമത്തെ മിഷണറി യാത്ര തന്നെ ആദ്യം സ്ഥാപിച്ച സഭകളെ സന്ദർശിച്ച് അവർ എങ്ങനെ ഇരിക്കുന്നു എന്നറിയാനും കൂടുതൽ അവരെ പഠിപ്പിക്കാനും വേണ്ടി നടത്തിയതാണ് അതിന്റെ തുടക്കം എന്ന് പറയുന്നത്. മാത്രമല്ല, അദ്ദേഹം ഈ സഭകൾക്കെല്ലാം കത്തുകൾ എഴുതുമായിരുന്നു, ലേഖനങ്ങൾ എഴുതുമായിരുന്നു. തനിക്ക് കൂടെ ഇരുന്നപ്പോൾ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളെ ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ടും താൻ അവിടെ നിന്ന് പോകുന്നതിന് ശേഷം അവിടെ ഉണ്ടായ ഡെവലപ്മെന്റ്സ് അതിനെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട്, അത് നെഗറ്റീവായതാണെങ്കിൽ അത് കറക്ഷൻ ചെയ്തുകൊണ്ട്, അതെന്തെങ്കിലും ദുരുപദേശം കടന്നു വന്ന അല്ലെങ്കിൽ പ്രവേശിക്കാനുള്ള തുടക്കമാണെങ്കിൽ അത് കേട്ടറിയുമ്പോൾ അതിനെക്കുറിച്ച് ബോധവൽക്കരിച്ചുകൊണ്ട് സഭകൾക്കകത്തെ ഭിന്നതകൾ പരിഹരിക്കണമെന്ന് ഒരു ശക്തമായ ഉപദേശത്തോടുകൂടെയൊക്കെ ഈ സഭകൾക്ക് അദ്ദേഹം ലേഖനങ്ങൾ എഴുതുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മിഷൻ പര്യടനം, പൗലോസ് അപ്പോസ്തലൻ മിഷൻ പര്യടനം സഭാ ചരിത്രത്തിലെ അതിപ്രാധാന്യമുള്ള അധ്യായങ്ങളാണ് എന്നുള്ളതും നമ്മൾ അറിഞ്ഞിരിക്കണം. കൂടാതെ 4-മത് താൻ റോമിലേക്ക് യാത്ര ചെയ്തതിനെ കുറിച്ച് വരെ അപ്പോസ്തലരുടെ പുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. റോമിൽ അദ്ദേഹം തടവറയിലായിരുന്നു എന്ന് കാണാനായിട്ട് കഴിയും. അവിടെ നിന്ന് ചരിത്രം പറയുന്നതനുസരിച്ച് റോമൻ കാരാഗൃഹവാസം കഴിഞ്ഞിട്ട് അദ്ദേഹം വീണ്ടും സ്പെയിൻ പോലുള്ള ഇടങ്ങളിലേക്ക് സഞ്ചരിച്ചു. വീണ്ടും റോമിലേക്ക് മടങ്ങിയെത്തിയെന്നും നീറോ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ രക്തസാക്ഷിയായി മരിച്ചു എന്നുമാണ് ചരിത്രരേഖകൾ മറ്റു പലരുടെയും എഴുത്തുകളിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇത്രയും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് കുറിപ്പായിട്ട് കാണാം. If you want, you can take screenshot. For the children, parents, please translate it for them. If you want. Praise the Lord. അപ്പോൾ അദ്ദേഹത്തിന്റെ മൈൽ സ്റ്റോൺസിൽ ഇക്കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ
എടുത്തു മെൻഷൻ ചെയ്യാത്ത 2 കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെതായി 14 ലേഖനങ്ങൾ, എബ്രായ ലേഖനം ഉൾപ്പെടെ 14 ലേഖനങ്ങൾ. ഞാൻ എബ്രായ ലേഖനം എന്ന് എടുത്തു പറയാൻ കാരണം എബ്രായ ലേഖനത്തെ കുറിച്ച്, അതിന്റെ എഴുത്തുകാരൻ ആര് എന്നതിനെ കുറിച്ച് ശക്തമായ വാദപ്രതിവാദങ്ങൾ ഉള്ളതുകൊണ്ടാണ്. പേഴ്സണലി ഐ ബിലീവ് ഇറ്റ് വാസ് റിട്ടൺ ബൈ പോൾ ഹിംസെൽഫ്, ദ എപ്പിസ്റ്റൽ ടു ദി ഹീബ്രൂസ്. എന്നാൽ അങ്ങനെ വിശ്വസിക്കാത്ത പണ്ഡിതന്മാരും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. എബ്രായ ലേഖനം ഉൾപ്പെടെ 14 ലേഖനങ്ങൾ അദ്ദേഹത്തിന്റെ പേനയിൽ നിന്ന് വന്നിട്ടുണ്ട്. മാത്രമല്ല, യൂറോപ്പിൽ ആദ്യമായിട്ട് മറ്റൊരു ഭൂഖണ്ഡത്തിൽ, യൂറോപ്യൻ ഭൂഖണ്ഡത്തിൽ സുവിശേഷം അറിയിച്ച വ്യക്തി. പ്രൈസ് ലോർഡ്. ഈ ആധുനിക കാലം വരെ യൂറോപ്പ് ഒരു ക്രൈസ്തവ മേൽക്കോയ്മയുണ്ടായിരുന്ന പ്രദേശമായിരുന്നെങ്കിൽ അതിന്റെ അടിത്തറ പാകിയത് അപ്പോസ്തലനായ പൗലോസാണ്. ഇപ്പോഴും അങ്ങനെയാണ് പേരിലെങ്കിലും. എനിവേ, ഞാൻ അത് പറഞ്ഞ് അവിടെ വിടട്ടെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ലേഖനം എഴുതുന്ന വ്യക്തിയെക്കുറിച്ച് നമ്മൾ അത്യാവശ്യം ഇത്രയെങ്കിലും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പ്രൈസ് ദി ലോർഡ്. ഇനി അടുത്ത വ്യക്തി നമ്മളവിടെ കാണുന്നത് തിമോത്തിയോസ് ആണ്. തിമോത്തിയോസിനെ കുറിച്ചും ഇതുപോലെ ചില കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പ്രധാന വിഷയങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. തിമോത്തിയോസ്, തിമോത്തി എന്നാണ് ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുന്നത്. എന്നാൽ തിമോത്തിയോസ് എന്നുള്ളതാണ് ശരിയായ പേര്. മലയാളത്തിൽ ആ പേര് അതുപോലെ പരിഭാഷ ചെയ്തിട്ടുണ്ട്. തിമോത്തി എന്ന ഇംഗ്ലീഷ് പേരിനേക്കാൾ എക്സാക്ട് നെയിം തിമോത്തിയോസ് എന്നുള്ളതാണ്. നമുക്ക് അദ്ദേഹത്തിന്റെ പേരിന്റെ അർത്ഥം, പൗലോസിന്റെ പേരിന്റെ അർത്ഥം ഉണ്ടായിരുന്നതുപോലെ തിമോത്തിയോസ് എന്ന പേരിന്റെ അർത്ഥം ദൈവത്തെ മാനിക്കുന്നവൻ അല്ലെങ്കിൽ ദൈവത്തെ ഭയപ്പെടുന്നവൻ എന്നുള്ളതാണ്. ദൈവത്തെ മാനിക്കുന്നവൻ അല്ലെങ്കിൽ ദൈവത്തെ ഭയപ്പെടുന്നവൻ. 2 പേരുകളാണ് ഈ ഒരു പേരിനകത്തുള്ളത്. തിമോത്തിയോസ് എന്ന പേരിനകത്ത് 2 പേരുകളുണ്ട്. തിമോത്തിയോസ്, തിയോസ് എന്ന വാക്കിന്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാം, ദൈവം, അല്ലെ? അതിൽ നിന്നാണ് തിയോളജി എന്ന വാക്കുണ്ടായത്. തിയോളജി, ദൈവശാസ്ത്രം. തിയോസ്, ദൈവം എന്നതിന്റെ ഗ്രീക്ക് പദമാണ് തിയോസ്, ഗോഡ്. തിയോസ് എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം ഗോഡ്, ദൈവം. മറ്റു പല ഭാഷകളിലും അതിന് പല ഭാഷാന്തരമായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അറബിക്കിൽ ഇലാഹി, ദൈവം എന്നുള്ളതിന് അറബിക്കിൽ ഇലാഹിയാണ്. അത് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പൊ ഗ്രീക്കിൽ അത് തിയോസ് എന്നുള്ളതാണ്. പ്രൈസ് ലോർഡ്. അപ്പോ നമുക്ക് ഈ പേരിന്റെ 2 ഭാഗങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ, തിയോസ് എന്നുള്ളത് ദൈവം, തിമോ എന്നുള്ളത് അല്ലെങ്കിൽ തെമോ എന്നുള്ള പേരിന്റെ അർത്ഥം വൺ ഹു ഓണേഴ്സ് അല്ലെങ്കിൽ വൺ ഹു ഫിയേഴ്സ്, ദൈവത്തെ മാനിക്കുന്നവൻ, ഭയപ്പെടുന്നവൻ. ഈ തിമോത്തിയോസ് ജനിച്ച സ്ഥലം ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലിക്കോന്യയിലെ ലുസ്ത്ര. ലുസ്ത്രയ്ക്ക് വേറൊരു പേര് കൂടെ ഉണ്ടായിരുന്നു, ദർബെ എന്ന പേര് കൂടെ ആ പട്ടണത്തിനുണ്ടായിരുന്നു. ഹി വാസ് ബോൺ ഇൻ ലിസ്ട്ര ഓർ ഡർബെ ഇൻ ലിക്കോനിയസ്. ലിക്കോന്യയിലെ ലിസ്ത്ര അല്ലെങ്കിൽ ദർബെ എന്ന സ്ഥലത്താണ് തിമോത്തിയോസ് ജനിച്ചത്. ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വഴിത്തിരിവായി മാറിയത്, ടേണിംഗ് പോയിന്റ് ആയിട്ട് മാറിയത്, പൗലോസ് തന്റെ 2ാം മിഷണറി യാത്രയിൽ ലിസ്ത്രയിൽ അല്ലെങ്കിൽ ദർബയിൽ വെച്ച്, തന്റെ ജന്മനാട്ടിൽ വെച്ച് ഈ തിമോത്തിയോസിനെ കണ്ടുമുട്ടിയതാണ്. ഹി മെറ്റ് പോൾ ഇൻ പോൾസ് 2nd മിഷണറി ജേർണി അറ്റ് ഹിസ് ബർത്ത് പ്ലേസ് അറ്റ് ലിസ്ട്ര. ലിസ്ട്ര എന്ന തന്റെ ജന്മസ്ഥലത്ത് വെച്ച് പൗലോസിനെ കണ്ടുമുട്ടി. അപ്പൊ പൗലോസ് കാണുന്നതിന് മുൻപ് തന്നെ ഇദ്ദേഹത്തെക്കുറിച്ച് അവിടെ നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു, നല്ല സാക്ഷ്യമുണ്ടായിരുന്നു. ഈ തിമോത്തിയോസിന്റെ ജന്മവിഷയത്തെ കുറിച്ചൊക്കെ നമുക്ക് പരാമർശം കാണാം. അദ്ദേഹം ഒരു യഹൂദ സ്ത്രീയുടെ മകൻ ആയിരുന്നു. പക്ഷെ അപ്പൻ ഒരു ഗ്രീക്ക് ആയിരുന്നു, യവനനായിരുന്നു. ഇദ്ദേഹത്തിന്റെ അമ്മയെക്കുറിച്ചും അമ്മച്ചിയെക്കുറിച്ചും തിമോത്തിയോസ് ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് കാണാം. ലോയിസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവഭക്തയായ ഗ്രാൻഡ് മദർ. അമ്മയിലും അമ്മൂമ്മയിലും ഈ ദൈവഭയം ഉണ്ടായിരുന്നു, ദൈവസ്നേഹം ഉണ്ടായിരുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ പ്രസ്താവിച്ചിരിക്കുമ്പോൾ, അമ്മച്ചിയും അമ്മയും തൻ്റെ മകനെ എത്ര വചനത്തിന്റെ അഭ്യസനം നൽകി വളർത്തി എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇപ്പൊ ന്യായമായൊരു സംശയ ചിന്ത ഉണ്ടാകും. അപ്പൊ പിന്നെ ഒരു യഹൂദ സ്ത്രീ, യമന പിതാവ്, അങ്ങനെ എങ്ങനെ സംഭവിച്ചു എന്ന ചിന്തയുണ്ടാകും. മോസ്റ്റ് പ്രോബബ്ലി ഈ തിമോത്തിയോസിന്റെ ജനനം, ഈ അപ്പൻ ഒരു പക്ഷേ അദ്ദേഹം കൺവേർട്ടഡ് ക്രിസ്ത്യൻ ആയിരിക്കണം, ഗ്രീക്ക് കൺവേർട്ടഡ് ക്രിസ്ത്യൻ ആയതായിരിക്കണം. അതിന്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കാം തിമോത്തിയോസിന്റെ അമ്മയും
ഈ പിതാവുമായിട്ടുള്ള വിവാഹം നടന്നിരിക്കാനുള്ള സാധ്യത ഒരു പോസിബിലിറ്റിയാണ്. ഐ മീൻ മറ്റൊന്ന്, അവര് തങ്ങളുടെ മതത്തിന് പുറത്ത് വിവാഹം കഴിച്ചതായിരിക്കാം. അതിനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ദൈവവചനത്തിൽ ജ്ഞാനമുള്ള അറിവുള്ള യഹൂദ സ്ത്രീകൾ യവനനെ വിവാഹം കഴിക്കുക സാധ്യത വളരെ കുറവാണ്. സംഭവിക്കില്ല എന്നല്ല, കുറവാണ്. അതുകൊണ്ട് കൂടുതൽ പോസിബിലിറ്റി അദ്ദേഹത്തിന്റെ പിതാവ് ഒരു കൺവേർട്ടഡ് ക്രിസ്ത്യൻ ആയിരിക്കാം. ഇദ്ദേഹത്തിന്റെ അമ്മച്ചിയും അമ്മയും ഒക്കെ ക്രിസ്ത്യാനികളായി കഴിഞ്ഞപ്പോൾ ഒരു ഭക്തനായ മനുഷ്യൻ യവനനാണെങ്കിലും അദ്ദേഹം ക്രിസ്ത്യാനി ആയതിന്റെ അടിസ്ഥാനത്തിൽ വിവാഹം കഴിപ്പിച്ചതായിരിക്കാം. പോസിബിലിറ്റിയാണ്. ചരിത്രത്തിൽ അങ്ങനെ പരാമർശങ്ങളൊന്നുമില്ല. ഈ അമ്മയും അമ്മൂമ്മയും ഒക്കെ ഇദ്ദേഹത്തെ ദൈവവചനത്തിന്റെ പരിശീലനത്തിൽ വളർത്തി എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എനിവേ, ഇദ്ദേഹം തിമോത്തിയോസിനെ കുറിച്ച് ഒരു വിവാദ പരാമർശം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് പൗലോസ് തിമോത്തിയോസിനെ അവിടെയുള്ള യഹൂദന്മാരെ വിചാരിച്ച് പരിച്ഛേദന കഴിപ്പിച്ചു എന്നുള്ളതാണ്. അതൊരു വലിയ വിവാദമാണ്. പരിച്ഛേദനയ്ക്കെതിരെ പ്രസംഗിക്കുന്ന പൗലോസ്, രക്ഷയ്ക്ക് പരിച്ഛേദന ആവശ്യമില്ലെന്ന് പഠിപ്പിച്ച പൗലോസ്, അതിനുവേണ്ടി അപ്പോസ്തലന്മാരുടെ മുൻപിൽ പോലും വാദിച്ച, അപ്പോസ്തലൻ പറഞ്ഞ അക്കാലത്തെ പത്രോസിന്റെയും യാക്കോബിന്റെയും ഒക്കെ മുൻപാകെ വാദിച്ച പൗലോസ്, അദ്ദേഹത്തിന്റെ വാദം ശരിയാണെന്ന് അവർക്കും പരിശുദ്ധാത്മാവിനും ഉറപ്പ് ഉള്ളതുകൊണ്ട് സഭകൾക്ക് അതിന്റെ അടിസ്ഥാനത്തിൽ ജാതികളിൽ നിന്ന് വിശ്വാസത്തിൽ വരുന്നവരെ പരിച്ഛേദന ഏൽക്കാൻ നിർബന്ധിക്കരുതെന്ന് ഒരു സുന്നഹദോസ് സിനഡ് തന്നെ യെരുശലേമിൽ, ആദ്യത്തെ സിനഡ് യെരുശലേമിൽ കൂടി തീരുമാനമുണ്ടാക്കാൻ തക്കവണ്ണം സ്വാധീനം ചെലുത്തിയ ആ പൗലോസ് എന്തുകൊണ്ട് തിമോത്തിയോസിനെ പരിച്ഛേദന കഴിപ്പിച്ചു എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. അവിടുത്തെ ന്യായം എഴുതിയിരിക്കുന്നത് യഹൂദന്മാരെ മിണ്ടാതാക്കുവാൻ എന്നുള്ളതാണ്. ഇവിടെ പൗലോസിന് ഇരട്ടത്താപ്പ് ഉണ്ടായിരുന്നോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. എന്നാൽ പൗലോസ് പൊതുവെ ഈ വിഷയത്തിൽ തന്നെ വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ച ആളാണ്, ഉണ്ടാക്കിയ ആളാണ്. ഏതാ? പരിച്ഛേദന എന്ന വിഷയത്തിൽ തന്നെ. അതുകൊണ്ട് തന്നെ തിമോത്തിയോസിന്റെ ശുശ്രൂഷയ്ക്ക്, ഫോർ എക്സാമ്പിൾ, പൗലോസ് ഒരു യഹൂദനാണ്, പക്ഷെ തനിക്ക് ഏറ്റവും കൂടുതൽ സ്വീകാരം ലഭിച്ചത് യവനരുടെ ഇടയിലാണ്. കാരണം ഗ്രീക്ക് ഫ്ലുവന്റ് ആയിട്ട് അദ്ദേഹം സംസാരിക്കും, ഗ്രീക്ക് സാഹിത്യത്തിൽ അതിയായ അറിവുണ്ട്, തന്റെ എഴുത്തുകൾ കൂടുതലും ഗ്രീക്കിലാണ്, യവന ഭാഷയിലാണ്. മാത്രമല്ല ഗ്രീക്ക് കൾച്ചർ അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. യവനരുടെ ഇടയിൽ അദ്ദേഹം പോകുമ്പോൾ അദ്ദേഹം യവനനെ പോലെ അവരുടെ മതത്തെ പിന്തുടർന്നു എന്നല്ല, അവരുടെ കൾച്ചറിനെ ഓണർ ചെയ്ത്, അവരുടെ കൾച്ചറിൽ അവരുടെ സംസ്കാരത്തെ ബഹുമാനിച്ചുകൊണ്ട് അവരിൽ ഒരുവനെ പോലെ ജീവിച്ച് അവരുടെ ഇടയിൽ സുവിശേഷം അറിയിക്കുകയും അക്കാലഘട്ടത്തിൽ ദൈവസഭയെ യഹൂദ ജനതയുടെ വെളിയിലേക്ക് വാതിൽ തുറക്കുന്നതിന് അല്ലെങ്കിൽ വിശാലമാക്കുന്നതിന് ഏറ്റവും അധികം ഉപയോഗിക്കപ്പെട്ട വ്യക്തിയായി മാറിയത് പൗലോസിന് സ്വന്തം അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്ന് പറഞ്ഞാൽ ഈ യഹൂദന്മാരുടെ അത്രയും ജാതി തീഷ്ണതയും ആ വംശ തീഷ്ണതയും മറ്റ് ജാതികൾക്കില്ല എന്ന് പൗലോസ് സ്വന്തം അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. തിമോത്തിയോസിനെ ഒരുപോലെ യഹൂദന്മാരും യവനന്മാരും അംഗീകരിക്കണമെങ്കിൽ, യഹൂദന്മാർ കൂടെ അംഗീകരിക്കണമെങ്കിൽ, അവരുടെ ഇടയിൽ കൂടെ സ്വതന്ത്രമായി ശുശ്രൂഷയ്ക്ക് അവസരമുണ്ടാകണമെങ്കിൽ അദ്ദേഹം ജന്മം കൊണ്ടും തൻ്റെ ജീവിതത്തിൽ ആ പരിച്ഛേദന എന്ന കർമ്മം കൊണ്ടും ഒരു യഹൂദൻ ആണ് എന്ന് പൗലോസിന് എസ്റ്റാബ്ലിഷ് ചെയ്യണമായിരുന്നു, സ്ഥാപിക്കണമായിരുന്നു. അതിനുവേണ്ടി ഒരു മിഷൻ സ്ട്രാറ്റജി എന്ന നിലയ്ക്കാണ് പൗലോസ് അപ്പോസ്തലൻ അദ്ദേഹത്തെ പരിച്ഛേദന കഴിപ്പിച്ചത്. അല്ലാതെ തിമോത്തിയോസ് പരിച്ഛേദന ഏറ്റാലേ രക്ഷിക്കപ്പെടൂ എന്നുള്ളത് കൊണ്ടല്ല, തിമോത്തിയോസ് പരിച്ഛേദന ഏറ്റാലേ സ്വർഗത്തിൽ പോകൂ എന്നുള്ളത് കൊണ്ടല്ല. അന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ തന്റെ ഒരു മിഷൻ സ്ട്രാറ്റജിയുടെ ഭാഗമായി അദ്ദേഹം അങ്ങനെ ചെയ്യുന്നതാണ്. ഇനി മറ്റൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നത്തെ ആധുനിക കാലഘട്ടവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ പണ്ട് ഒരു മിഷണറി വന്നിട്ട്, അദ്ദേഹം തമിഴ്നാട്ടിലാണ് പ്രധാനമായിട്ടും താമസിച്ചത്. അദ്ദേഹം അവിടെ വന്നിട്ട് നമ്മുടെ ഇന്ത്യയുടെ തമിഴ്നാടിന്റെ ഒക്കെ കൾച്ചറൽ സ്ട്രക്ചറും ബാക്ക്ഗ്രൗണ്ടും ഒക്കെ പഠിച്ചിട്ട് അദ്ദേഹം പ്യുവർ വെജിറ്റേറിയൻ ആയിട്ട് മാറി. മാംസഭക്ഷണം പാടെ ഉപേക്ഷിച്ചു. എന്നിട്ട് കാവി വസ്ത്രം ധരിച്ചു. അദ്ദേഹം ഒരു ആശ്രമത്തിൽ കുടിൽ കെട്ടി ഒരു ആശ്രമം സ്ഥാപിച്ച് അവിടെ താമസിച്ചു. എന്നിട്ട് അവിടെയുള്ള ബ്രാഹ്മണരോടൊക്കെ പറഞ്ഞു, നിങ്ങളുടെ ഇവിടുത്തെ ഹൈകാസ്റ്റ് ബ്രാഹ്മിൺസ് എന്ന് പറയുന്നത് പോലെ ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും ഉയർന്ന, നിങ്ങളുടെ ഈ ബ്രാഹ്മണിസത്തെക്കാൾ ഉയർന്ന ജാതിയിലുള്ള ആളാണ് ഞാൻ എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് അവിടെയുള്ള അനേകം ബ്രാഹ്മണരെ, സംസ്കൃതത്തിൽ അദ്ദേഹം പല പുസ്തകങ്ങൾ എഴുതി അനേക ബ്രാഹ്മണരെ കർത്താവിലേക്ക് നയിച്ചതിനെ കുറിച്ച് ചരിത്രത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതൊരു മിഷൻ സ്ട്രാറ്റജി ആയിരുന്നു.
നമ്മൾ പല കാര്യങ്ങളിലും ഈ മിഷൻ സ്ട്രാറ്റജിയെ ഇന്ന് കണ്ണടച്ചെതിർക്കുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കണം. ഈ കൈയടിച്ച് പാടുന്നത്, നിലത്തിരുന്ന് പാടുന്നത്, ഇതൊന്നും ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിലുള്ളതല്ല, നമ്മുടെ കൾച്ചറാണ്. നമ്മുടെ കേരളത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഹിന്ദുക്കൾ ഭജന പാടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ടാമറിനും ഡ്രമ്മും ഒക്കെ തട്ടി കൈയടിച്ച് പാടിയാണ് അവർ ഭജന പാടുന്നത്. നമ്മുടെ കൾച്ചറിനെ നമ്മൾ അഡോപ്റ്റ് ചെയ്തതാണ് നമ്മുടെ ആരാധനയിൽ കൈയടിച്ച് പാടുന്നത്. എനിക്കറിയത്തില്ല ഇത് വല്ല വിവാദമാക്കുമെന്ന് എനിക്കറിയത്തില്ല ഈ പറയുന്നത്. എനിവേ, ഞാൻ ഓർപ്പിച്ചത് ഇതൊന്നും രക്ഷയുമായി നേരിട്ട് ബന്ധപ്പെട്ടതല്ല. പൗലോസ് അപ്പോസ്തലൻ ഞാൻ ജാതികളെ നേടേണ്ടതിന് ജാതികളെ പോലെയായി എന്ന് പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാകാൻ പറഞ്ഞതാണ്. ആ ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണ് തിമോത്തിയോസിനെ പരിച്ഛേദന കഴിപ്പിച്ചത്, അല്ല രക്ഷയ്ക്ക് വേണ്ടിയല്ല. ഇതേ പൗലോസ് തീത്തോസിനെ പരിച്ഛേദന കഴിപ്പിച്ചിട്ടില്ല. കാരണം തീത്തോസ് അപ്പനും അമ്മയും യവനനായിരുന്നു, യവന ക്രിസ്ത്യാനിയായിരുന്നു. അദ്ദേഹത്തെ പരിച്ഛേദന കഴിപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല. തിമോത്തിയോസിന്റെ കാര്യത്തിൽ യഹൂദ സ്ത്രീയുടെ മകൻ ആണ്, പക്ഷെ അപ്പൻ യവനനായതുകൊണ്ട് അതുവരെ പരിച്ഛേദന ഏറ്റിട്ടില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് രണ്ട് ജനതയുടെ ഇടയിലും ഒരുപോലെ വാതിലുകൾ തുറന്നു കിട്ടാനായിട്ട് നടത്തിയ ഒരു മിഷൻ ഓപ്പറേഷൻ ആയിരുന്നു അത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എനിവേ, തിമോത്തിയോസിന്റെ വിഷയം വന്നപ്പോൾ നമ്മൾ പലപ്പോഴും ഈ വിവാദങ്ങളൊക്കെ കേട്ടുണ്ടായിരിക്കും എന്നുള്ളതുകൊണ്ട് എന്റേതായ ഒരു വിശദീകരണം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. എനിവേ, അവിടെ ഞാൻ ഒത്തിരി നിൽക്കുന്നില്ല, നമ്മുടെ സമയവും തീരുകയാണല്ലോ. തിമോത്തിയോസിനെ പൗലോസ് കണ്ടുമുട്ടിയത് തിമോത്തിയോസിന്റെ ജീവിതത്തിൽ മാത്രമല്ല, ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിൽ തന്നെ ഒരു വലിയ പ്രധാന സംഭവമായി മാറി. അവിടുള്ള എല്ലാവരും നല്ല സാക്ഷ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ നല്ല ദൈവഭക്തരായ മാതാപിതാക്കളും ഗ്രാൻഡ് മദറും ഒക്കെ ഉണ്ടായിരുന്നത് ഒരു നല്ല കാര്യമായിരുന്നു. അതൊരു പ്രയോജനകരമായ, ദൈവസഭയ്ക്ക് പ്രയോജനപ്പെടുത്താൻ കൊള്ളാവുന്ന കാര്യമായിരുന്നു. പരിശുദ്ധാത്മ നിറവുള്ള വ്യക്തിയൊക്കെ ആയിരുന്നു ഈ തിമോത്തിയോസ്, നമുക്ക് മനസ്സിലാക്കാം. മാത്രമല്ല, പിൽക്കാലത്ത് പൗലോസിന്റെ ഏറ്റവും വിശ്വസ്തനായ, മോസ്റ്റ് ഫെയ്ത്ത്ഫുൾ കോ വർക്കറായി, കോ മിഷണറിയായി, കോ അപ്പോസ്റ്റിലായി ഈ തിമോത്തിയോസ് മാറുന്നതാണ് പിൽക്കാലത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ചില ഇടങ്ങളിൽ തിമോത്തിയോസിനെ അല്ലാതെ വേറെ ആരെയും അയക്കാൻ പൗലോസിന് ധൈര്യമില്ലായിരുന്നു. അത്രമേൽ താൻ പോകേണ്ടിടത്ത് പോകാൻ പറ്റിയില്ലെങ്കിൽ ധൈര്യമായി എനിക്ക് അയക്കാൻ പറ്റുന്ന ഒരാൾ എന്ന നിലയ്ക്ക് വിശ്വസ്തനായ ഒരു സഹശുശ്രൂഷകനായി ഈ തിമോത്തിയോസ് മാറുന്നു. പൗലോസിന്റെ റോമൻ കാരാഗൃഹവാസത്തിൽ പോലും കൂടെ പാർത്ത് ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തിയായി തിമോത്തിയോസിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ബൈബിളിൽ നമുക്ക് ആ തിമോത്തിയോസിന്റെ മരണസമയത്തെ ചരിത്രമൊന്നും ലഭ്യമല്ല. എന്നാൽ ചരിത്രത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് സുവിശേഷ വിരോധികളുടെ കല്ലേറേറ്റ് വാർദ്ധക്യത്തിൽ, നല്ല പ്രായമുണ്ടായിരുന്നപ്പോൾ അദ്ദേഹം രക്തസാക്ഷിയായി എന്നാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതിനു മുൻപ് അദ്ദേഹം ഒരു ബിഷപ്പായി, സഭയുടെ മേലധ്യക്ഷനായിട്ടൊക്കെ ചുമതല വഹിച്ചതിനെ കുറിച്ച് നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും കഴിയുന്നുണ്ട്. തിമോത്തിയോസിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെ ഓർമ്മയിൽ ഇക്കാര്യങ്ങൾ ഉണ്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലെ പരാമർശിച്ചിരിക്കുന്ന 3 പേരുകളാണ് ഇതുവരെ പ്രധാനമായും ചിന്തിച്ചത്. 1 ക്രിസ്തു യേശു, 2 പൗലോസ്, 3 തിമോത്തിയോസ്. അടുത്ത പ്രധാനപ്പെട്ട ചില വാക്കുകൾ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കർത്താവിന്റെ വരവ് താമസിച്ചാൽ ചിന്തിക്കാനും മനസ്സിലാക്കാനും ദൈവം സഹായിക്കുമാറാകട്ടെ. ഇന്നത്തെ ബൈബിൾ ക്ലാസ് 2 വ്യക്തികളുടെ പേരും അവരുടെ ജീവിതത്തിലെ നാഴിക കല്ലുകളുമാണ് നമ്മൾ പരിശോധിച്ചതെങ്കിലും നമ്മുടെ ജീവിതത്തിനും അതൊരു വെല്ലുവിളിയായി, ഒരു ചാലഞ്ചായി, ഒരു പ്രചോദനമായി, ഇൻസ്പിറേഷനായി, ഒരു വഴികാട്ടിയായി, മോട്ടിവേഷനായി തീരും എന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. കർത്താവിന് വേണ്ടി ജ്വലിച്ച് പ്രകാശിച്ചെരിഞ്ഞ ഈ ദൈവദാസന്മാരെ പോലെ നമ്മുടെ ജീവിതത്തിൽ ചെറുതെങ്കിലും ദൈവത്തിന് വേണ്ടി ചെയ്യാനായിട്ട് നമുക്ക് സ്വയം കർത്താവിന്റെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കാം. കേട്ട വചനങ്ങൾക്കായി ദൈവത്തിന് നന്ദി പറയാം.